തങ്ങളെ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, സിനിമയുടെയും സീരിയലിന്റെയും മുന്നിലിരിക്കുന്ന സമയമാണ്. മഗ്രിബിന്റെ ഫർദ് നമസ്കാരം കഴിഞ്ഞാൽ അല്ലാഹുവേ നീ എന്ത് ചെയ്യണമെന്നറിയുമോ? സൂറത്തുൽ വാഖിയ. ഒരിക്കലും നിനക്ക് ദാരിദ്ര്യമുണ്ടാകില്ല. തന്റെ പെൺമക്കളെ കെട്ടിക്കാൻ പിരിവിന് നടക്കണ്ട. ഒരുത്തന്റെ വീടിന്റെ മുന്നിലും നീ പോയി നിന്റെ ഭർത്താവിനെ വിട്ടിട്ട് കൈനീട്ടി യാചിപ്പിക്കേണ്ട അവസ്ഥ അല്ലാഹു വരുത്തൂല. സൂറത്തുൽ വാഖിയ ഓതിയാ മരിക്കുന്ന കാലം വരെ ദാരിദ്ര്യമില്ല. രണ്ട് സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ റഹ്മാൻ ഓതിയാൽ നിന്റെ വീടിന്റെ അകത്തുള്ള സർവ്വ മുസീബത്തുകളും മാറുകയാണ്. സർവ്വ സിഹ്റും ബാത്തിലാവുകയാണ്. സർവ്വ കൂടോത്രങ്ങളും നശിക്കുകയാണ്. സർവ്വ പ്രാക്കുണ്ടല്ലോ, സർവ്വ ശാപമുണ്ടല്ലോ, നേരുണ്ടല്ലോ. സൂറത്തുൽ റഹ്മാൻ ഓതിയാൽ എല്ലാം അല്ലാഹു പൊട്ടിച്ചു കളയുകയാ. അത് കഴിഞ്ഞ് റബ്ബേ സൂറത്തുൽ സജ്ദ ഓതിയാൽ ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമാ, ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമാ. മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിലെ വീടിന്റെ അകത്തിരുന്ന് ഹജ്ജ് ചെയ്യാൻ 3 പേജുള്ള പടച്ചവനെ 3 പേജുള്ള സൂറത്തുൽ സജ്ദ ഓതിയ ഹജ്ജിന്റെ പ്രതിഫലമാ. സൂറത്തുൽ മുൽക്ക് എന്ന് പറയുന്ന 50 ആയത്തുള്ള അതും 3 പേജാണ്. ആ സൂറത്ത് ഓതിയാ നിന്റെ മണ്ണറ അല്ലാഹു മണിയറയാക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിന്റെ ഖബർ പ്രകാശിക്കുകയോ, നിന്റെ ഖബർ പ്രകാശിക്കുകയോ, നിന്റെ ഹൃദയം പ്രകാശിക്കുകയോ, നിന്റെ ജീവിതം പ്രകാശിക്കുകയോ, നിന്റെ വീട് പ്രകാശിക്കുകയോ. പെങ്ങളെ, ഈ ഖുർആൻ ഓതിയാൽ അതാ പരിശുദ്ധമായ ഖുർആൻ ഒരു പ്രകാശമാണല്ലോ. ആ ഖുർആൻ ഓതിയാൽ നിന്റെ വീടിന്റെ അകത്ത് സന്തോഷവും സമാധാനവും കിട്ടുമെങ്കിലോ എന്റെ പെങ്ങളെ, എന്തുകൊണ്ട് നിനക്ക് ഓതാ കഴിയുന്നില്ല? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, സ്വർഗം വേണോടാ പുണ്യമോട്? അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം പറയാ. നിനക്ക് സ്വർഗം വേണോ? അല്ലാഹുവിന്റെ സ്വർഗം നിങ്ങളിൽ ആർക്കെങ്കിലും വേണോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഖുർആനിലെ ഒരായത്തോടിയാ അല്ലാഹു നിനക്ക് സ്വർഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്. പടച്ചറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാരതികളെ തീരുന്ന പടച്ചറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗം നിനക്ക് വേണോ? ഇതിന്റെ പ്രമാണം കൊടുക്കണ്ട. ശരീരത്തിൽ കിടക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ ഊരി കൊടുക്കണ്ട. രാവും പകലും പട്ടിണി കിടക്കണ്ട, നോമ്പ് പിടിക്കണ്ട, കഷ്ടപ്പെടണ്ട, ഉറക്കമൊഴിയണ്ട. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഖുർആനിലെ ഒരായത്തോടിയാൽ അല്ലാഹു നിനക്ക് സ്വർഗ്ഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോ ഖുർആനിലില്ലാത്ത ഒന്നുമില്ല, ഖുർആനിലില്ലാത്ത ഒന്നുമില്ല. പടച്ചവനെ, അപകട മരണങ്ങളെ തൊട്ട് നിനക്ക് രക്ഷപ്പെടണോ ചെറുപ്പക്കാരാ? പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മരണമുണ്ടല്ലോ, പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാതെ വെട്ടി കീറുന്ന മരണമുണ്ടല്ലോ. അല്ലാഹുവേ, ഞങ്ങളെ കാത്തിരക്ഷിക്കണേ അല്ലാഹ്. ഇവിടെ മുതൽ അങ്ങ് താഴെ വരെ കീറിക്കളയുന്ന ഒരു മരണം. അല്ലാഹുവേ, ഞാൻ 2 ദിവസം മുമ്പ് ഈ വരുന്ന എടുത്ത് ബുധനാഴ്ച ദിവസം ഞാനും കണ്ടതാ ഒരു മയ്യത്ത്. അല്ലാഹുവേ, എന്റെ വീടിന്റെ തൊട്ടു മുകളിൽ ഒരു ചെറുപ്പക്കാരൻ, ഒരു സഹോദരൻ വണ്ടിക്കകത്തിരുന്നിട്ട് മരണപ്പെട്ടു പോയി. ഇതാ ഇവിടെ മുതൽ താഴെ വരെ അല്ലാഹുവേ, പടച്ചവനെ, മയ്യത്ത് കുളിപ്പിക്കുമ്പോ ചാക്ക് തച്ചു വെച്ചിരിക്കുന്നത് പോലെ തച്ചു വെച്ചിരിക്കുന്ന അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു അപകട മരണങ്ങളെ തൊട്ട് കാക്കുമാറാകട്ടെ. അപകട മരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അള്ളാന്റെ വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് ഓതിയിട്ട് ഇറങ്ങിപ്പോയാൽ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാം ഖുർആനിലുണ്ട്. വണ്ടിക്കകത്ത് കയറുമ്പോ ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെടണോ? വണ്ടിക്കകത്ത് കയറിയിട്ട് ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെടണോ? ദുർമരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടണോ? അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരായത്തോത് അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഖുർആനിൽ ഇല്ലാത്ത ഒന്നുമില്ല. സ്വർഗം വേണോ? സ്വർഗം വേണോ? ആർക്കെങ്കിലും വേണോ? വേണോന്ന് ആഗ്രഹമുള്ളവര് കൈപൊക്ക്. സ്വർഗം വേണോന്ന് ആഗ്രഹമുള്ളവര് ഞാൻ പറഞ്ഞുതരാം. നീ പൈസ ഒന്നും കൊടുക്കണ്ട, നീ തലകുത്തിയൊന്നും അറിയണ്ട. അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് ഇന്നു മുതൽ ഓദിക്കോ. അള്ളാഹ് നിനക്ക് സ്വർഗം നിർബന്ധമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹ് നിനക്ക് സ്വർഗം തരും. ഖുർആനിലെ ഒറ്റ ആയത്ത് ഇന്നു മുതൽ ഓതണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതുവോ? 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 പറ, ഓതുവോ? എന്താടാ ചിരിക്കണേ? ഒരുത്തിരുന്ന് ചിരിക്കണ അളിയ. അപ്പൊ ഇന്നു മുതൽ അപ്പൊ നിസ്കരിക്കൊന്നും വേണ്ട, ഒറ്റ ആയത്ത് ഓതിയാ മതിയില്ലേ? അപ്പൊ ഈ നിസ്കരിക്കൊന്നും വേണ്ട, വാഴത്തൊന്നും കേൾക്കണ്ട, ഒറ്റ ആയത്ത് ഓതിയാ സ്വർഗം കിട്ടും. അങ്ങനെയല്ല. ഖുർആനിലെ ഒരായത്ത്, മോനെ ഖുർആൻ ഇല്ലാത്ത ഒന്നുമില്ല. ഖുർആനിലെ ഒരായത്ത് ഓതിയ അള്ളാഹു നിനക്ക് സ്വർഗം തരും. ഖുർആനിലെ ഒരായത്ത് ഓതിയിട്ട് വണ്ടി കയറിക്കോ, ഒരിക്കലും നിനക്ക് ആക്സിഡന്റ് പറ്റൂല. നിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ഒരു ഗതി അള്ളാഹു നിനക്ക് വരുത്തൂല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നല്ല പെണ്ണിനെ വേണോ? നല്ല പെണ്ണുപിള്ളെ വേണോ? സാലിഹത്തായ ഭാര്യ വേണോ? കെട്ടി വീട്ടിൽ കൊണ്ടിട്ടിരിക്കണ ആമിനെ നേരെയാകണോ? ഖുർആനിൽ ആയത്തുണ്ട്. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിൽ ആയത്തുണ്ട്. സാലിഹത്തായ പെണ്ണിനെ വേണോ? സാലിഹായ ഭർത്താവിനെ വേണോ? സൂറത്തുൽ ഫത്ഹ് എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട്, ഖുർആൻ ഓദിക്കോ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇല്ലാത്ത ഒന്നുമില്ല. അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിൽ ഇല്ലാത്തതൊന്നുമില്ല. നീ എന്തേ കരുതിയത്? ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. പരിശുദ്ധമായ ഖുർആനെ കുറിച്ച് നിനക്കറിയാഞ്ഞിട്ടാ, അള്ളാന്റെ ഖുർആനെ കുറിച്ച് നീ പഠിക്കാഞ്ഞിട്ടാ. എടാ പൊന്നുമോനെ, ഏത് മാരക രോഗവും മാറ്റാൻ ഖുർആൻ മരുന്ന് പറഞ്ഞിരുന്നുണ്ട്. ഏത് മാരക രോഗവും മാറാൻ ഖുർആനിൽ ശിഫാഇന്റെ 7 ആയത്തുണ്ട്. ഓതി വെള്ളത്തിൽ ഊതി കൂടി ഒരിടത്തും പോണ്ട. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിലെ 7 ആയത്ത്, ശിഫാഇന്റെ ആയത്ത് ഉസ്താദന്മാരോട് ചോദിക്ക്. ഖുർആനിൽ ശിഫാഇന്റെ ആയത്തുണ്ട്. ഈ ആയത്ത് ആദ്യം വെള്ളത്തിൽ ഊതിയിട്ട് കൂടി ആശുപത്രി പിന്നപ്പോ നിന്റെ ഏത് രോഗവും മാറും. നിന്റെ ഏത് രോഗവും മാറും. വീട് വേണോ? നിനക്ക് വീട് വേണോ? സ്വന്തമായിട്ട് വീട് വേണോ? ഖുർആനിൽ ആയത്തുണ്ടടാ. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തുണ്ട്, ലീലാഫി ഖുറൈസിൻ നീലാഫിഹിം റിഹ്ലത ശിതാഇ വസൈഫ്. എടുത്തു വെച്ച് ഓതു മക്കളെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ.